بسم الله الرحمن الرحيم. وإلى مدين أخاهم شعيبا فقال يا قوم اعبدوا الله وارجوا اليوم الآخر ولا تعثوا في الأرض مفسدين فكذبوه فأخذتهم الرجفة فأصبحوا في دارهم جاثمين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1354 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 36-37 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ മദിയന അഖാഹും ശുഐബ ഫഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ വർജുൽ യൗമൽ ആഖിർ വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ فكذبوه فأخذتهم الرجفة فأصبحوا في دارهم جاثمين. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 36-37 ആയത്തുകളാണ് ഞങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ശുഐബ് അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മദിയൻ ഭൂപ്രദേശത്തെ ആളുകളെ പരാമർശിക്കുന്ന, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങൾ വിവരിക്കുന്ന 2 ആയത്തുകളാണ് നമ്മളിന്ന് പഠന വിധേയമാക്കുന്നത്. സൂറത്തുൽ അൻകബൂത്തില് നമ്മൾ ചില സമൂഹങ്ങളുടെ അവരിലേക്ക് ദൈവിക ദൂതന്മാർ കടന്നു വന്ന, ദൈവിക ദൂതന്മാർ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യമാർഗത്തെക്കുറിച്ച് സംസാരിക്കുകയും ദൈവിക സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങളിൽ അവർ സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചാണ് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ വിശദമായിട്ട് പരാമർശിക്കപ്പെടുന്നത് കാണുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന മക്കയിലെ ആളുകളുടെ സത്യനിഷേധ നിലപാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന നിഷേധാത്മകമായ നിലപാടും പ്രവർത്തനങ്ങളും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തില് പ്രവാചകന്മാരോട് നിഷേധാത്മകമായി നിലപാട് സ്വീകരിച്ച പൂർവിക സമൂഹങ്ങളുടെ അനുഭവങ്ങള് വളരെ സംക്ഷിപ്തമായിട്ട് കേൾപ്പിക്കുകയാണ് സൂറത്തുൽ അൻകബൂത്തില് നമ്മൾ എത്തി നിൽക്കുന്ന ഭാഗം വരെയുള്ള ആയത്തുകളിലായിട്ട്. ഇവിടെ മദീനിലേക്ക് നിയോഗിക്കപ്പെട്ട ശുഐബ് അലൈഹിസ്സലാമിനെയാണ് അള്ളാഹു പരാമർശിക്കുന്നത്. അതിന്റെ തൊട്ടു മുമ്പായി ലൂത്ത് അലൈഹിസ്സലാമിനെ നിയോഗിച്ചയച്ച, ഇന്ന് ചാവുകടലിനടിയിൽ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശങ്ങൾ, ഫലസ്തീനിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ഭൂപ്രദേശങ്ങൾ, ആ ഭൂപ്രദേശങ്ങളിലെ ആളുകൾ അവരെ സംസ്കരിക്കുകയും ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റുകയും ചെയ്യാനൊക്കെ വേണ്ടി ലൂത്ത് അലൈഹിസ്സലാം നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോ എങ്ങനെയാണ് ആ പരിശ്രമങ്ങളോട്
അവർ പ്രതികരിക്കുകയുണ്ടായത് എന്നത് വിവരിക്കപ്പെടുകയായിരുന്നു നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച ആയത്തുകളിലായിട്ട്. അവസാനം ലൂത്ത് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തെ പിന്തുടരാൻ സന്നദ്ധരായ ആളുകളെയും അള്ളാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ദുർമാർഗികളായി തന്നെ ഷാഠ്യത്തോടുകൂടി നിർലജ്ജമായ ജീവിത രീതികളിൽ കഴിയുന്നതില് യാതൊരു മനോവിഷമവും അനുഭവിക്കാതിരുന്ന ആ സമൂഹത്തെ അള്ളാഹു ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്ത് ആകാശത്ത് നിന്ന് ഒരു ശിക്ഷ ഇറക്കി അവരെ നശിപ്പിക്കുകയും ചെയ്ത കഥയാണ് അവിടെ വിവരിക്കപ്പെടുകയുണ്ടായത്. ആ കഥാവിവരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് സംഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: വലഖദ് തറക്നാ മിൻഹ ആയതൻ. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഒരു ദൃഷ്ടാന്തം, ബയ്യിനത്തായ ഒരു ദൃഷ്ടാന്തം അവശേഷിപ്പിച്ചിരിക്കുകയാണ്. ലിഖൗമി യഅഖിലൂൻ. ബുദ്ധി പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധാപൂർവം ആലോചനയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടി ചാവുകടലിനെയാണ് ഈ ദൃഷ്ടാന്തം എന്നുള്ള നിലക്ക് പരാമർശിക്കുന്നത് എന്നാണ് പൊതുവെ മുഫസ്സിറുകൾ ഇതിനെ മനസ്സിലാക്കുന്നത്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചതിന്റെ അടയാളപ്പെടുത്തലായി ഇന്നും അവശേഷിക്കുന്നത് ചാവുകടലും അതിന്റെ പരിസരമൊക്കെയാണ്. സമുദ്രാന്തർ ഭാഗത്ത് അതിന്റെ അവശിഷ്ടങ്ങള്, ആ രണ്ട് ഭൂപ്രദേശങ്ങളുടെ അവശിഷ്ടങ്ങള് കാണാൻ സാധിക്കുന്നതും ഏതോ ഘട്ടത്തില് വെള്ളത്തിൽ ആണ്ടുപോയ രണ്ട് ഭൂപ്രദേശങ്ങളുടെ അവശിഷ്ടങ്ങളാണവ എന്ന നിലക്ക് മനസ്സിലാക്കപ്പെടുന്നതൊക്കെ നമ്മള് ഗവേഷകന്മാര് അത്തരം കാര്യങ്ങള് വെളിപ്പെടുത്തുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിനെ തുടർന്നാണ് അള്ളാഹു മദിയൻ വാസികളുടെ കാര്യത്തില് സ്വീകരിച്ച നടപടിയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത്. ഈ വിഷയം വിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ടല്ല പരാമർശം വരുന്നത്. സൂറത്തുൽ അറാഫിലും സൂറത്ത് ഹൂദിലും സൂറത്ത് ശുഅറയിലുമൊക്കെ ഏറെ വിശദാംശങ്ങളോടുകൂടി ശുഐബ് അലൈഹിസ്സലാമിന്റെ മദിയൻ വാസികളായ ആ സമൂഹത്തെക്കുറിച്ച് അവര് ഏറ്റുവാങ്ങേണ്ടി വന്ന ദൈവിക നടപടിയെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് വായിച്ചു വെച്ച രണ്ടായത്തുകള് മദിയൻ വാസികളെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ്. നമുക്ക് ആ ആയത്തുകൾ വിശദമായിട്ട് മനസ്സിലാക്കാം. വൈലാ മദിയന അഖാഹും ശുഐബ. മദിയനിലേക്ക് നാം അവരുടെ സഹോദരൻ ശുഐബിനെ ദൈവിക ദൗത്യവുമായിട്ട് നിയോഗിച്ചയക്കുകയുണ്ടായി. വൈലാ മദിയന അഖാഹും ശുഐബ എന്ന പ്രയോഗത്തില് നേരത്തെ വലൂത്തൻ ഇബ്രാഹിമ മൂസ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ആ പ്രയോഗത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണുള്ളത്. ശുഐബിനെയും എന്ന് പറയുമ്പോൾ നേരത്തെ മൂസായെയും ഇബ്രാഹിമിനെയും ഒക്കെ ദൈവിക ദൗത്യവുമായിട്ട് നാം നിയോഗിക്കുകയുണ്ടായതുപോലെ ശുഐബിനെയും അദ്ദേഹത്തിന്റെ ഭൂപ്രദേശമായ മദീനിലേക്ക് നാം ദൈവിക ദൂതനായിട്ട് അയക്കുകയുണ്ടായി എന്നാണ് അതിന് ആ ചേർത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആശയം. വൈലാ മദിയന അഖാഹും ശുഐബ. മദീനിലേക്ക് അവരുടെ സഹോദരൻ ശുഐബിനെയും നാം നിയോഗിക്കുകയുണ്ടായി. മദിയൻകാരുടെ കൂട്ടത്തിൽ അവരിൽപ്പെട്ട ഒരാള് എന്നുള്ള നിലക്കാണ് ശുഐബ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിടെ പരാമർശിക്കുന്നത്.
ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയില് അദ്ദേഹത്തിന്റെ മിദിയാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പുത്രന്റെ പിന്മുറക്കാരാണ് മദിയൻകാര് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബ പരമ്പരയിൽ തന്നെ പ്രവാചകനായിട്ട് അള്ളാഹു തെരഞ്ഞെടുക്കുകയുണ്ടായ വ്യക്തിയാണ് ഷുഐബ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര പുറകോട്ട് സഞ്ചരിച്ചാൽ എത്തുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിലാണ്. വിശേഷിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ വലിയ പരാമർശങ്ങളൊന്നും കാണാത്ത ഒരു പുത്രൻ മിദിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിലാണ് എത്തിച്ചേരുക. അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനാണ് ഷുഐബ് അലൈഹിസ്സലാം. മിദിയാനാണ് മദിയൻ ഭൂപ്രദേശത്ത് അള്ളാഹുവിന്റെ സന്ദേശവുമായിട്ട് നേരത്തെ എത്തുകയുണ്ടായത്. അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് നിലകൊണ്ട ആളുകളുടെ ഒരു സമൂഹം മദീനയില് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം നിലവിൽ വന്നിരുന്നു. ചരിത്രപരമായ പല കാരണങ്ങളാലും ആ സമൂഹം അധാർമികതയുടെയും സാമ്പത്തികമായ അരാജകത്വത്തിന്റെയും ഒക്കെ ആളുകളായിട്ട് മാറുകയാണ്. അള്ളാഹുലുള്ള വിശ്വാസം ദുർബലമാവുകയും ദൈവിക ജീവിത മാർഗദർശനത്തെ മുറുകെ പിടിക്കുന്ന ഒരു പ്രതിബദ്ധത ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് അവർ മാറുകയും അതിന്റെ തുടർച്ചയായിട്ട് സാമ്പത്തിക ക്രമക്കേടുകളുടെയും അതുപോലെ സാമ്പത്തിക രംഗത്തുള്ള അരാജകത്വത്തിന്റെയും ഒക്കെ ആളുകളായിട്ട് അവർ മാറുന്നു. ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഒരു സർവത്രയായിട്ട് പിന്തുടരപ്പെട്ടിരുന്ന ഒരു രീതിയായി മാറുന്നു. ദൈവിക വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ധാർമ്മികത പിന്തുടരുന്ന വിധത്തിലുള്ള ജീവിതക്രമം ഇല്ലാതെയാവുന്നു. ഇതൊക്കെയാണ് മദിയൻ വാസികളുടെ അവസ്ഥ ഷുഐബ് അലൈഹിസ്സലാം ദൗത്യ നിർവഹണം തുടങ്ങുന്ന കാലത്ത്. ഈ ഭൂപ്രദേശം ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ തട്ടകമായി കണ്ടിരുന്ന ഫലസ്തീന്റെ അൽ ഖലീൽ പ്രദേശത്ത് നിന്ന് വളരെ അകലെയല്ല. ഒരു ഭാഗത്ത് ലൂത്ത് അലൈഹിസ്സലാമിന്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന ജോർദാന്റെ പ്രദേശങ്ങള്, ഇന്ന് ചാവുകടലിനടിയിലുള്ള ഇടങ്ങള്, വേറൊരു ഭാഗത്ത് ഷുഐബ് അലൈഹിസ്സലാം ദൗത്യം നിർവഹിക്കുകയുണ്ടായ മദിയൻ പ്രദേശം. ഇങ്ങനെയൊക്കെ ആയിട്ട് അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ് ഈ പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിന് അവസരം ഒരുങ്ങിയിട്ടുണ്ടായിരുന്ന ഇടങ്ങൾ. അപ്പോ വൈല മദിയന അഖാഹും ഷുഐബ, മദിയനിലേക്ക് അവരുടെ തന്നെ സഹോദരൻ ഷുഐബിനെയും നാം നിയോഗിക്കുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. മിദിയാന്റെ മക്കളും അവരുമായി ബന്ധപ്പെട്ടവരും ഒക്കെയായ ആളുകൾ അടങ്ങിയ ഒരു സമൂഹമാണ് മദിയൻ പ്രദേശത്തെ ജനത. ആ സമൂഹത്തിൽ തന്നെ പെട്ട ഒരാളാണ് ഷുഐബ് എന്ന പേരിൽ അള്ളാഹുവിടെ പരാമർശിക്കുന്ന ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട വ്യക്തി. വൈല മദിയന അഖാഹും ഷുഐബ. ഈ അഖാഹും എന്ന പ്രയോഗം നേരത്തെ സ്വാലിഹ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈല സമൂദ അഖാഹും സ്വാലിഹ എന്ന വിധത്തില് സൂചന നമ്മൾ നേരത്തെ കാണുകയുണ്ടായതാണ്. അതേപോലെയുള്ള ഒരു പ്രയോഗമാണ്. അദ്ദേഹം പുറംനാട്ടുകാരനായിരുന്നില്ല, ആ സമൂഹത്തിലെ തന്നെ ഒരംഗമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന, അവർക്ക് തള്ളിക്കളയേണ്ട വിധത്തിലുള്ള യാതൊരു ന്യായവും ഇല്ലാത്ത അവരുടെ സ്വന്തം ആള് എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം എന്ന് കാണാൻ കഴിയും. വൈല മദിയന അഖാഹും ഷുഐബ. ഷുഐബിനെ അവർ തള്ളിക്കളയേണ്ട ഒരു കാരണവും യഥാർത്ഥത്തിലില്ല. അവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. ഷുഐബിനെ അവർക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ശൈശവം മുതല് അദ്ദേഹം വളർച്ച പ്രാപിച്ച് ഒരു പക്വതയാർന്ന
ഒരു മുതിർന്ന വ്യക്തിയായി മാറുകയും ദൈവിക ദൗത്യം ചുമതല ഏൽപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് വരെയുള്ള കാലം അദ്ദേഹത്തെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതും ഒക്കെ മനസ്സിലാക്കാൻ മാത്രം കാലം അവർക്കിടയിൽ ഷുഐബ് അലൈഹിസ്സലാം അവരിൽപ്പെട്ട ഒരാളായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ വൈലാ മദിയന അഖാഹും ഷുഐബ ഫഖാല, അദ്ദേഹം തന്റെ സമൂഹത്തോടായിട്ട് പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: യാ ഖൗം ഉഅ്ബുദുല്ലാഹ വർജുൽ യൗമൽ ആഖിർ. എന്റെ കൂട്ടരെ, എന്റെ നാട്ടുകാരെ, എന്റെ ജനങ്ങളെ, യാ ഖൗം, യാ ഖൗം എന്ന് വിളിച്ചുകൊണ്ട് ഷുഐബ് അലൈഹിസ്സലാം പറയുകയാണ്, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ പടച്ച തമ്പുരാന് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാകണം. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ അടിമപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിട്ട് നിലകൊള്ളണം. വർജുൽ യൗമൽ ആഖിർ, അന്ത്യനാള് കാത്തിരിക്കുന്നവരുമാകണം. അന്ത്യനാളിനെ കുറിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരായിട്ടും വേണം നിങ്ങൾ ജീവിക്കാൻ. നിങ്ങൾ അള്ളാഹുവില് വിശ്വാസമുള്ളവരായി അവന് വിധേയപ്പെടുന്ന, അവനെ അനുസരിക്കുന്ന, അവന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിട്ട്, അന്ത്യനാളിനെ കുറിച്ചുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകളായിട്ട്, പാരത്രിക ജീവിതത്തെ ഓർമ്മിക്കുന്ന ആളുകളായിട്ട്, മരണാനന്തര ജീവിതമുണ്ട് എന്ന കാര്യം കൃത്യമായ ഒരു ബോധ്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളായിട്ട് വേണം ജീവിക്കാൻ. വലാ തഅ്സൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ കുഴപ്പകാരികളായിട്ട് നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് വിഹരിക്കുന്നവരാവരുത്. ഇതാണ് ഷുഐബ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുകയുണ്ടായത്. വിശദാംശങ്ങൾ വേറെ പല സൂറത്തുകളിലുമായിട്ട് അള്ളാഹു നൽകുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകളുടെയും ജനങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിന്റെയും എല്ലാവിധ പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടരാണ് അവർ. അളത്തവും തൂക്കവും ഒക്കെ കൃത്രിമത്വമുള്ളതാക്കി മാറ്റി, ഇങ്ങോട്ട് അളന്നും തൂക്കിയും വാങ്ങുമ്പോൾ കണക്കനുസരിച്ചും കൂടുതലും ഈടാക്കുകയും, ആളുകൾക്ക് അളന്നും തൂക്കിയും കൊടുക്കുമ്പോൾ അതിൽ കുറവ് വരുത്തുകയോ ഒക്കെ ചെയ്യുന്ന, അതുപോലെ ചരക്കുകളുമായി വഴിയെ കടന്നു പോകുന്ന ആളുകളെ ചുങ്കം ചുമത്തി ദ്രോഹിക്കുന്ന, അവരുടെ സമ്പത്തും ചരക്കുകളും കൊള്ളയടിക്കുന്ന, സാമ്പത്തികമായ ചൂഷണത്തിന്റെ സകല വഴികളും തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നമ്മൾ വിശദമായി അവരുടെ ദൂഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് നേരത്തെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പല നികുതികളെ കുറിച്ച് നമ്മൾ ആ ഘട്ടത്തിൽ പരാമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആളുകളെ അന്യായമായി അനർഹമായി പിഴിയുക എന്ന നടപടി, അത് കൊള്ളസംഘങ്ങളെ പോലെ സംഘടിച്ച് ഒരു നാട്ടിന്റെ നിയന്ത്രണം കയ്യിലാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തെ ആളുകളായാലും വ്യക്തികളായാലും ഭരണകൂടങ്ങളായാലും അതുപോലെ സംഘടിത സംവിധാനങ്ങളായാലും അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന നടപടി ഉണ്ടാകുന്നത് വളരെ പ്രതിഷേധാർഹമായ ദൈവവിരുദ്ധമായ കാര്യമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസവുമായിട്ട് സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരു സമൂഹത്തിന് ജനങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക എന്നതും അവരുടെ സമ്പത്ത് അന്യായമായി കവർന്നെടുക്കുക എന്നതും അവർക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമാവുകയില്ല. ഒരിക്കലും തന്നെ അത് രണ്ടും ചേർന്നു പോവുകയില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരും ന്യായത്തിനും ധർമ്മത്തിനും ഒക്കെ വേണ്ടി നിലകൊള്ളുന്നവരുമായിരിക്കും. ചൂഷണത്തിനും അക്രമത്തിനും പിടിച്ചുപറിക്കും അരാജകത്വത്തിനും കൂട്ടുനിൽക്കുന്ന ആളുകളായിട്ട് ഒരിക്കലും തന്നെ സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകൾ നിലകൊള്ളുകയില്ല. ഇവിടെ ഷുഐബ് അലൈഹിസ്സലാം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഏകത്വത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ടും അവന് വിധേയപ്പെടേണ്ടതിന്റെ, അവന് മാത്രമായി ഇബാദത്ത്
നിർവഹിക്കുന്നവരായി ജീവിക്കേണ്ടതിന്റെയും അനിവാര്യത ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മദിയൻവാസികളോട് ഭൂമിയിൽ കലാപവും കുഴപ്പവും പിടിച്ചുപറിയും അക്രമവും അരാജകത്വവും ഉണ്ടാക്കുന്നവരായി മാറരുത് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. അതിന് ഊന്നൽ നൽകുന്ന വിധത്തിൽ പറയുന്ന ഒരു കാര്യം വർജുൽ യൗമൽ ആഖിർ എന്നാണ്. നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിക്കുന്നവരാവുകയും ചെയ്യണമെന്ന്. ജീവിതം ഈ കണ്ട ജീവിതം തന്നെ ഉള്ളൂ, അത് അനന്തമായി നീണ്ടുപോകും, അല്ലെങ്കിൽ അത് ജീവിച്ചങ്ങ് അവസാനിക്കും, അതോടെ കഴിഞ്ഞു എല്ലാം എന്ന് കരുതുന്ന ആളുകളായിക്കൊണ്ട് ഉത്തരവാദിത്തരഹിതമായ രീതികൾ അവലംബിക്കുന്ന ഒരു സമൂഹമായിട്ട് നിങ്ങൾ മാറാൻ പാടില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും, അവന്റെ മുന്നിൽ എല്ലാറ്റിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ബോധ്യമുള്ള ഒരു അന്ത്യനാൾ വരാനിരിക്കുന്നു എന്ന് കൃത്യമായി വിശ്വാസമുള്ള ആളുകളാകുമ്പോഴാണ് ആളുകൾക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഉത്തരവാദിത്വ ബോധമുണ്ടാവുക. നാട്ടിൽ മുഫ്സിദുകളായി കലാപകാരികളും കുഴപ്പകാരികളും നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുന്നവരും നിയമവാഴ്ച ഇല്ലാതാക്കുന്നവരും ഒക്കെയായിട്ട് ആളുകൾ മാറുന്നത് അള്ളാഹുവുമായി കൂടിക്കാഴ്ചയുണ്ടാകുന്ന ഒരു നാളിനെ കുറിച്ചുള്ള വിശ്വാസം ദുർബലമാകുന്നത് കാരണമായിട്ടാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷുഐബ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുന്ന കാര്യം ഈ ഒരു സംഗതിയിൽ ഊന്നിക്കൊണ്ടാണ്. യാ ഖൗം ഉഅ്ബുദുല്ലാഹ, എന്റെ കൂട്ടരെ, എന്റെ നാട്ടുകാരെ, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അവന് അടിമപ്പെടുന്ന, അവന് ഇബാദത്ത് ചെയ്യുന്നവരായിട്ട് നിലകൊള്ളണം. വർജുൽ യൗമൽ ആഖിർ, നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിക്കുന്നവരാവുകയും ചെയ്യണം. അന്ത്യനാളിനെ പ്രതീക്ഷിക്കുന്നവരാവുക എന്നത് രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യമാണ് അന്ത്യനാള്, പുനരുത്ഥാനം എന്ന നിലക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല ആഖിബത്ത് ആഗ്രഹിക്കുകയും മോഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരായി നിലകൊള്ളണം എന്ന ഒരർത്ഥത്തിൽ അതിനെ കാണാം. മറ്റൊന്ന്, അന്ത്യനാൾ എന്നത് തീർച്ചയായ ഒരു സംഗതിയാണ്, നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത യഥാർത്ഥമായ ഒരു കാര്യമല്ല അത്. യാഥാർത്ഥ്യപൂർണമായ ഒരു നാൾ സത്യമായി പുലരാനിരിക്കുന്ന ഒരു സംഗതിയാണ് യൗമുൽ ആഖിർ എന്ന ബോധ്യം ഉള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ രണ്ടാമത്തെ അർത്ഥത്തിലും അത് പ്രസക്താണ്. ആളുകളെ കർമ്മബോധമുള്ളവരും ഉത്തരവാദിത്വ ബോധമുള്ളവരും ഒക്കെയാക്കി മാറ്റുന്നത് അന്ത്യനാളിനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം കൂടിയാണ്. അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ഒരു നാള് വരാനിരിക്കുന്നു, തങ്ങളുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്ന് ബോധ്യമുള്ള ആളുകളുടെയും അങ്ങനെ ബോധ്യമില്ലാത്ത ആളുകളുടെയും ജീവിതം തീർത്തും വ്യത്യസ്തമായിരിക്കും. അപ്പോ ആളുകൾ കുഴപ്പകാരികളായി മാറാതിരിക്കുന്നത്, ചൂഷകരായി മാറാതിരിക്കുന്നത്, ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരായി മാറാതിരിക്കുന്നത് ഈ അന്ത്യനാളിലുള്ള വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ന കാര്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. വർജുൽ യൗമൽ ആഖിർ എന്നാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിക്കുന്നവരും കാത്തിരിക്കുന്നവരും ഒക്കെ ആവുക. അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് കരുതുന്നവരാകരുത്. അന്ത്യനാളിനെ കുറിച്ച് നിരാശ പൂണ്ടവരും ആകരുത്. അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ അത് ആഹ്ലാദജനകമായ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് മാറണം എന്ന വിധത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരായിട്ട് നിങ്ങൾ നിലകൊള്ളണം. വലാ തഅ്സൗ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ പരന്ന് ഓടി നടക്കുന്നവരാവരുത്. വലാ തഅ്സൗ ഫിൽ അർദ്, തഅ്സൗ എന്ന് പറഞ്ഞാല് നിങ്ങൾ കുറ്റകൃത്യത്തിൽ വ്യാപൃതരാവുക എന്നാണ് അതിന്റെ അർത്ഥം. വലാ തഅ്സൗ ഫിൽ അർദ്, ഭൂമിയില് കുറ്റകൃത്യങ്ങള് അധാർമികത ഒക്കെ കൊണ്ടു നടക്കുന്നവരായി മാറി അവിടെ ഫസാദ് ഉണ്ടാക്കുന്നവരാകരുത്, മുഫ്സിദുകളായി മാറരുത് എന്നാണ് ഇവിടെ പറയുന്നത്. സാമ്പത്തികമായ ക്രമക്കേടുകള്, ചൂഷണം, അക്രമം, പിടിച്ചുപറി, ഇതൊക്കെ തന്നെ
അധാർമികത പരത്തുന്ന, അരാജകത്വം ഉണ്ടാക്കുന്ന, നിയമരാഹിത്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. നീതി നടപ്പിലാക്കപ്പെടുമ്പോഴാണ് ഏത് സമൂഹത്തിലും ധാർമ്മികത നിലനിൽക്കാൻ സാഹചര്യം ഒരുങ്ങുക. ജനങ്ങൾ സത്യസന്ധരാവൽ അങ്ങനെയാണ്. അപ്പോഴാണ് നീതി നിർവഹിക്കപ്പെടാതെ ചൂഷണവും അക്രമവും പിടിച്ചുപറിയുമാണ് നടമാടുന്നതെങ്കിൽ അവിടെ എല്ലാവിധത്തിലുള്ള തിന്മകളും വന്നു ചേരും, എല്ലാവിധത്തിലുള്ള അക്രമവും പൊട്ടിപ്പുറപ്പെടും. ആളുകൾക്കിടയിൽ അതികഠിനമായ ഹിംസ നടപ്പിൽ വരും. ഇതൊക്കെ ഉണ്ടാവുന്നത് അനീതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അനീതി വാഴുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നമ്മളത് നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ട ആളുകള്, ന്യായാധിപന്മാര് അധർമ്മത്തിനും അന്യായത്തിനും കൂട്ടുനിൽക്കുന്നവരായി മാറിയതോടെ നാട്ടില് അരാജകത്വം നടമാടുകയാണ്. ആരുടെയും കാര്യത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനൊന്നും നമുക്ക് കഴിയില്ല. കഴിഞ്ഞ ദിവസം നമ്മള് കർണാടകയിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടാവും. വലിയ അധികാരവും കരുത്തും ശക്തിയും ഒക്കെ കാണിച്ചിരുന്ന ആളുകള് പക്ഷേ സർവീസിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നതോടുകൂടി തന്നെ അവർ അരക്ഷിതരാവുകയാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ന്യായാധിപന്മാരായാലും ഭരണചക്രം തിരിച്ചിരുന്ന ആളുകളായാലും അവരൊക്കെയും തന്നെ അവര് കുഴിച്ച കുഴിയിൽ ചാടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. നിയമവാഴ്ച ഇല്ലാതാക്കുന്നതിന് അരാജകത്വവും അക്രമവും അനീതിയും ഒക്കെ ഇവിടെ നടമാടുന്നതിന് കാരണക്കാരായിരുന്നു അവരൊരു ഘട്ടത്തിൽ. ഇപ്പോ അവരതിന്റെ ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത. അപ്പോ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുക എന്നത് എളുപ്പമാണ്. ഫസാദ് ഉണ്ടായി നാട് നശിപ്പിച്ച് നാട്ടിനെ ഇപ്പോ അരക്ഷിതാവസ്ഥ വന്ന് ചേർന്നതിന് ശേഷം പിടിച്ചു കെട്ടുക എന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അതൊക്കെ ഈ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന, അക്രമം അഴിച്ചുവിടുന്ന, അനീതിപരമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നത് വേറൊരു കാര്യം. പക്ഷെ അനീതി നാട്ടിന്റെ വ്യവസ്ഥയായി മാറുമ്പോ അത് ഏതെങ്കിലും ഒരു കൂട്ടരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാകുമെന്ന് ആരും കരുതേണ്ടതില്ല. അരാജകത്വവും ഫിത്നയും നാട്ടില് പ്രചരിച്ചു കഴിഞ്ഞാൽ അതിന് വില കൊടുക്കേണ്ടി വരുന്നവരെല്ലാവരുമായിരിക്കും. അതിന്റെ ഇരയാക്കപ്പെടാൻ അടയാളപ്പെടുത്തപ്പെട്ട സമുദായത്തിൽപ്പെട്ടവർ തന്നെ ആവണമെന്നൊന്നുമില്ല. അത് അരാജകത്വത്തിന്റെയും നിയമരാഹിത്യത്തിന്റെയും ഒരു അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആരും അതിൽ നിന്ന് മുക്തരാണ്, സുരക്ഷിതരാണ് എന്ന് കരുതുന്നതിന് അർത്ഥമല്ല. അപ്പൊ നിയമവാഴ്ച ഇല്ലാതാക്കുക, അനീതി നടമാടുക, അക്രമം വ്യാപകമാവുക എന്നൊക്കെ ഉള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചില സമൂഹങ്ങൾ ചില കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെയാണ് കരുതി കൂട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിയമത്തിന്റെ മുന്നിൽ പോലും ഒരു രക്ഷയും കിട്ടാത്ത, ന്യായാധിപന്മാര് പോലും പക്ഷം ചേർന്നുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ വന്നു ചേർന്നാൽ അത് ആരെയൊക്കെ ബാധിക്കും എന്നത് ഒരുപക്ഷെ അത്തരം വൃത്തികേടുകൾക്ക് തുടക്കമിടുന്ന ആളുകളോ അതിന് ചുക്കാൻ പിടിക്കുന്നവരോ ആലോചിക്കുന്നുണ്ടാവില്ല. പക്ഷെ തിരിച്ചടി അവർക്കും എത്തും. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെയുള്ള അധർമ്മങ്ങളും അക്രമവും ഒക്കെ അഴിച്ചുവിട്ട് നാട്ടിൽ നിയമരാഹിത്യം ഉണ്ടാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ വാതിക്കലും എത്തും, നിങ്ങളുടെ വീട്ടുപടിക്കലും അത് എത്തും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഇവിടെ ഷുഐബ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുകയുണ്ടായത്, നിങ്ങൾ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ അടിമകളായിക്കൊണ്ട് ജീവിക്കുന്നവരാകണം. പാരത്രിക ജീവിതത്തില് അന്ത്യനാളില് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി അന്ത്യനാളിനെ കാത്തിരിക്കുന്നവരാകണം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, അരാജകത്വവും നിയമരാഹിത്യവും ഉണ്ടാക്കുന്ന, അക്രമവും അനീതിയും അഴിച്ചുവിടുന്നവരായിട്ട് നിങ്ങൾ വിവരിക്കരുത്. അവിടെ ഫസാദ് ഉണ്ടാക്കി ജനജീവിതം ദുസ്സഹമാക്കുന്നവരായിട്ട് മാറരുത് നിങ്ങൾ. ഇതാണ് ഷുഐബ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ കാര്യങ്ങളുടെ ആകത്തുക. തുടർന്ന് സംഭവിച്ചത്
ഫകദ്ദബൂഹു അവരൊക്കെയും തന്നെ അദ്ദേഹത്തെ കളവാക്കിയുണ്ടായി. അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു, അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളിക്കളയുകയാണ് അവർ ചെയ്തത്. അള്ളാഹുവിന്റെ ദൂതനാണ്, നമ്മൾ ചെവിക്കൊടുക്കേണ്ടതുണ്ട്, അദ്ദേഹം പറഞ്ഞത് കേട്ടനുസരിച്ച് ജീവിക്കണം എന്നൊന്നുള്ള നിലപാടല്ല അവർ സ്വീകരിച്ചത്. മറിച്ച് ഫകദ്ദബൂഹു അതാണല്ലോ ഏറ്റവും എളുപ്പം, കളവാക്കി തള്ളിക്കളയുക, നിഷേധിക്കുക എന്നത്. അതാണ് അവർ ചെയ്തത്. ഫകദ്ദബൂഹു അവരദ്ദേഹത്തെ കളവാക്കി തള്ളിക്കളഞ്ഞു. അവർക്ക് ഏറ്റവും സൗഭാഗ്യകരമായ ഒരു സുവർണ അവസരം വന്നു ചേർന്നതായിരുന്നു. അവരുടെ എല്ലാ വൃത്തികെട്ട ജീവിത നടപടികളും ഉണ്ടായിരിക്കെ തന്നെ അവര് ഷുഐബ് അലൈഹിസ്സലാമിനെ കേൾക്കാനും അനുസരിക്കാനും ദൈവിക മാർഗത്തിലേക്ക് ശ്രദ്ധാപൂർവം മുഖം തിരിക്കാനും സന്നദ്ധരായിരുന്നുവെങ്കിൽ അവരുടെ സകല കുഴപ്പങ്ങളെയും അള്ളാഹു അഫ്വു ചെയ്തു കൊടുത്ത് അവർക്ക് പുറത്തു കൊടുത്ത് അള്ളാഹു അവരെ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ അവർ ചെയ്തത് അങ്ങനെയല്ല. അവര് ഷുഐബ് അലൈഹിസ്സലാമിനെ കളവാക്കി തള്ളി. നീ ഇപ്പോ ഇതൊക്കെ പറഞ്ഞു വരാൻ ആരാ എന്ന വിധത്തിലാണ് അവരുടെ പ്രതികരണം ഉണ്ടായത്. ഫകദ്ദബൂഹു ഫഅഖദതുഹുമുർ റജ്ഫ അതിനെ തുടർന്നുണ്ടായത് അവരെ ഒരു ഘോരമായ പ്രകമ്പനം പിടികൂടുകയുണ്ടായി. ഒരു റജ്ഫത്ത് അവരെ പിടികൂടി. അവരുടെ ഭൂപ്രദേശം അതിശക്തമായി വിറപ്പിക്കപ്പെട്ടു. അവിടെ ഒരു അതികഠിനമായ ഘോരമായ ഒരു പ്രകമ്പനം ആ നാടിനെ പിടികൂടി. അതിനെ തുടർന്നോ ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ അതിനെ തുടർന്ന് അവര് അവരുടെ വീടുകളിൽ, അവരുടെ വാസസ്ഥലങ്ങളിൽ, അവരുടെ നാട്ടിൽ, അവരുടെ ദാറ് എന്ന് പറഞ്ഞ വീടാണ്. പക്ഷെ മദിയൻകാരെ പൊതുവായി പറയുമ്പോൾ അവരുടെ നാട്ടിൽ, അവരുടെ വാസസ്ഥലങ്ങളിൽ, അവരുടെ ഇടങ്ങളിൽ എന്നൊക്കെയുള്ള നിലക്ക് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അതിന്റെ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അള്ളാഹു അവർക്ക് നേരെ ഒരു നടപടി, ദൈവികമായ നടപടി അയക്കുകയുണ്ടായി, അല്ലെങ്കിൽ നടപ്പിലാക്കുകയുണ്ടായി. ശക്തമായൊരു പ്രകമ്പനം ആ നാടിനെ പിടികൂടി. അതിനെ തുടർന്ന് അത് കാരണമായി അവരൊക്കെയും തന്നെ അവരുടെ വീടുകളിൽ നിലംപരിശായി വീണു. അവരുടെ വീടുകളിൽ ജാസിമുകളായി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ജാസിം എന്ന വാക്കുന്നായിരിക്കണം ഒരുപക്ഷെ മലയാളത്തിലെ ജഡം എന്ന വാക്ക് വന്നിട്ടുണ്ടാവുക. ചത്ത് വീണവരായി മാറി എന്നാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം. ആ പ്രകമ്പനത്തിൽ അവർ ഓരോരുത്തരും തന്നെ അത് സ്ട്രൈക്ക് ചെയ്ത് അവര് മരിച്ചു വീണു. അവരുടെ ജഡങ്ങള് പലയിടങ്ങളിലായിട്ട് ചിതറിക്കിടന്നു. അവരുടെ വാസസ്ഥലങ്ങളില്, പൊതു ഇടങ്ങളില്, അവരുടെ വീടുകളില്, പൊതുനിരത്തുകളില് ഒക്കെയായിട്ട് അവരുടെ ശവങ്ങൾ അങ്ങനെ വീണ് കിടക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ നോക്കി നിൽക്കുകയാണ് അവര് ജഡങ്ങളായി മാറിയത്, ജാസിമായി മാറിയത്. ജാസിം എന്ന് പറഞ്ഞ വീണ് കിടക്കുന്നത് എന്നൊക്കെയാണ് അതിന്റെ പ്രാഥമികമായ അർത്ഥം. ചേതനയറ്റ് കിടക്കുക എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ. ചേതന എന്ന് പറഞ്ഞ ജീവൻ, ജീവനറ്റ് കിടക്കുന്ന ഒരു ജഡമായി അവരൊക്കെയും തന്നെ മാറി. അള്ളാഹുവിന്റെ ഇടപെടൽ കാരണമായി അതിശക്തമായ ഒരു പ്രകമ്പനം ഉണ്ടാവുകയും ആ പ്രകമ്പനത്തെ തുടർന്ന് അവരൊക്കെയും തന്നെ അവരുടെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും നാട്ടിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് ചത്തു വീണു, അല്ലെങ്കിൽ വീണ് മരിച്ചു കിടന്നു. ഇതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുടെ താക്കീത് ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത ഉണ്ടായില്ല. അവർ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ മാത്രമാണ് സംസാരിച്ചത്. പാരത്രിക ജീവിതം എന്നൊരു യാഥാർത്ഥ്യം സംഭവിക്കാൻ പോകുന്നു എന്നത് അവർ മനസ്സിലാക്കിയില്ല. അന്ത്യനാളിനെ പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരുന്നില്ല. ഫലമോ അള്ളാഹുവിന്റെ നടപടി ഉണ്ടായി. നാട് ഒരു പ്രകമ്പനത്തിന് വിധേയമായി. അവരൊക്കെയും പ്രജ്ഞയേറ്റ് മരിച്ചു വീണ് കിടക്കുന്ന അവസ്ഥയിലായി. ഇതാണ് സംഭവിച്ചത് എന്നാണ് അള്ളാഹു ഷുഐബ് അലൈഹിസ്സലാമിന്റെ മദിയൻകാരായ സമൂഹത്തെ കുറിച്ച് വളരെ സംക്ഷിപ്തമായിട്ട് ഇവിടെ പറയുന്നത്. 2
ആയത്തുകളിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് വളരെയേറെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള ചരിത്രപരമായ ഒരുപാട് വിശദാംശങ്ങൾ നമുക്ക് ചികഞ്ഞ് കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചരിത്രകാണ്ഡത്തെ കേവലം 2 ആയത്തുകളിലായിട്ടാണ് അള്ളാഹു ഇവിടെ വിവരിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മക്കയിലെ ആളുകളെ ഓർമ്മപ്പെടുത്താൻ അത് മതി എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അഅറാഫിലും സൂറത്ത് ഹൂദിലും സൂറത്ത് ശൂറായിലും ഒക്കെ വിശദമായ പരാമർശങ്ങളുള്ള വിഷയമാണ് മദിയൻകാരുടെ ദുരന്തം എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത്തരം ചരിത്രകാണ്ഡങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന അവസരത്തെ ഏറ്റവും ഫലപ്രദമായി പ്രയോജനം ചെയ്യാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.